എല്ലാവരും ലഞ്ച് കഴിച്ചോ? ഇതാ ഞാൻ ഇന്ന് സ്പെഷ്യൽ മുളകിട്ട മീൻ കറിയാണ് വെച്ചിരിക്കുന്നത്. ഒരു ഷിലാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീനാണ്. ഞാൻ ആ മീൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. നല്ല വലിപ്പമുള്ള മീനാണ്, കണ്ടോ. ഇത് കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചിട്ട് കിട്ടും. കൊച്ചിയിലുള്ളവർക്കൊക്കെ ഇത് മനസ്സിലാവും. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഷിലാവ് എന്നാണ് പേര്, ഭയങ്കര പേരാണ് കേട്ടോ. അപ്പോൾ ഇത് മുളകിട്ട് മീൻകറി വെക്കാൻ നല്ല ടേസ്റ്റാണ്, ഫ്രൈ ചെയ്യാനും നല്ല ടേസ്റ്റാണ്. തേങ്ങ അരച്ചിട്ട് ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചട്ടിയിൽ മുളകിട്ട് വറ്റിച്ചെടുത്ത മീൻകറി. പിന്നെ ഞാൻ ഇതാ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുട്ടയാണത്, അത് കഷ്ണം കഷ്ണമാക്കിയിട്ട് ഞാൻ ഫ്രൈ ചെയ്തതാണ്. ഫ്രൈ ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് ഇങ്ങനെയാണ്. പച്ചടി ഉണ്ട്, 3 ദിവസമായി പച്ചടി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ബീഫ് റോസ്റ്റും കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഒന്നൊരു പിടിപിടിക്കാം. അപ്പം നാടൻ ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ആ മനസ്സുഖം എന്തായാലും കൊതിപ്പിക്കുകയല്ല, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തലശ്ശേരി മീൻകറി, മുളകിട്ട മീൻകറി നിങ്ങൾക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്താൽ മതി. വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ മുളകിട്ട മീൻകറിയും പച്ചടിയും ബീഫ് റോസ്റ്റും ഒക്കെ കൂട്ടിക്കുഴച്ചങ്ങ് കഴിക്കാൻ പോവാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നന്നായിട്ട് ഫുഡ് കഴിക്കൂ. ഹാവ് എ ഗുഡ് ഡേ. ബൈ.